കുറേ അറിവ് കിട്ടി. എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മനസ്സിലായി. മൈൻഡ് നല്ലൊരു കൂളായി. സ്നേഹത്തെയും നമ്മുടെ അമ്മമാർ കൊടുത്തിരുന്ന സ്നേഹത്തെ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത് ക്ലാസ്സിൽ വളരെ വ്യക്തമായി സാർ പറഞ്ഞിരുന്നു. കുടുംബബന്ധത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ സാർ ക്ലാസ് എടുത്ത് തന്നിരുന്നു. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ക്ലാസ്സായിരുന്നു. നല്ല ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം അല്ലേ? എന്തെല്ലാം ക്വാളിറ്റി വേണം, എന്തെല്ലാം ഗുണങ്ങൾ വേണം അല്ലെ? അവരിൽ എന്തെല്ലാം ഗുണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് എഴുതേണ്ടത്. അതുകൊണ്ടല്ലേ ആ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾക്ക് ക്ലാസ് എടുക്കേണ്ട ഗുരുനാഥൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതി കഴിയണം കേട്ടാ. വേഗം കുറേ കാര്യങ്ങൾ പറയാനുണ്ടത്രേ. വേഗം എഴുതാം. എന്നിട്ട് വേണം നമുക്കൊരു കുഞ്ഞി കഥയും കൂടെ കേൾക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു കുഞ്ഞി കഥയിലും കേൾക്കാൻ. കഥ മറ്റുള്ളവരെ എന്താ മറ്റുള്ളവർക്കുള്ള പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ? എന്താ മറ്റുള്ളവർക്കുള്ള പ്രാധാന്യം അറിയില്ല. നമുക്ക് ആലോചിക്കാം അല്ലെ? നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരാരാണ്? അച്ഛൻ, അമ്മ, അനിയനോ അനിയത്തിയോ, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താണ്? ഉദാഹരണം നമുക്ക് അമ്മക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം. അമ്മയുടെ മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ അമ്മയും മറ്റുള്ളവരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം എടുക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം. ജനിക്കുമ്പോ കാണുന്നത് അമ്മയാണ്. ജനിച്ചു കാണുന്നതാണ് ആശുപത്രി. പക്കത്തിന്റെ എടുക്കുക. നീലച്ചിറകുകളിലും കൈവണ്ടായി തീർന്നെങ്കിൽ, മഞ്ചുളമാം പൊൻചിറകുകളിലും മഞ്ഞക്കിളിയായി തീർന്നെങ്കിൽ. ഇങ്ങനെ ഒരു കിളിയായിരുന്നാലും മതിയായിരുന്നു. പിന്നെ ആലോചിക്കാണ്. ചിറകില്ലാതെ പറക്കാൻ കഴിയും. എങ്ങനെയാണ് ചിറകില്ലാതെ പറക്കുക? ചിറകില്ലാതെ പറക്കാൻ കഴിയും. നിറ വെൺമുകിലായി തീർന്നെങ്കിൽ, വെൺമേഘമായി മാറുകയാണെങ്കിൽ ചിറകില്ലാതെയും പറക്കാൻ കഴിയും. കാടിനു മുകളിൽ കുന്നിനു മുകളിൽ മോടി കലർന്നു പറക്കും ഞാൻ. എന്തൊരു രസമാണ്, എന്തൊരു സുഖമാണ് അന്തിവരേക്ക് പറന്നിടാൻ. എല്ലാ നാളും മണ്ണിൽ നടപ്പതിൽ ഒരു കൊതുകൻ നിർമ്മിക്കാൻ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായതും